വിളവെടുപ്പ് കഴിഞ്ഞ ചേമ്പ് ഒന്നുകൂടെ നട്ടു നോക്കിയാലൊന്ന് ആഗ്രഹം. അത് ശരിക്കും നടേണ്ടതാവല്ല. അപ്പുറത്തെ ചെടിച്ചട്ടിയിൽ കാണാം വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സൈഡ് ട്യൂബർ ഒരു വിത്ത് അവിടെ നട്ടിട്ടുണ്ട്. അത് അപ്പം തന്നെ നട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ശരിയായ രീതി. മറ്റതൊരു സൂത്രപ്പണിയാണ്. അപ്പോൾ അതിനെപ്പറ്റി വായിച്ചു നോക്കിയപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് പറയുന്നത്. അത് വലിയ ചേമ്പ് നടുകയാണെങ്കിൽ അത് മുളച്ചു വരും, പക്ഷേ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നല്ല വലുപ്പമുള്ള പുതിയ കിഴങ്ങുകൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. സാധാരണയായി തായ്ച്ചേമ്പ് വീണ്ടും നടുമ്പോൾ ചെടിക്ക് കരുത്ത് കുറയാനും കീടബാധ ഏൽക്കാനും സാധ്യത കൂടുതലാണ്. കൂടാതെ ഇതിന് ചൊറിച്ചിൽ കൂടുതലായിരിക്കത്രേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൈഡ് ട്യൂബർ ആ വിത്ത് നടനാണ് നല്ലത്. ഈ വലിയ ചേമ്പ് അഥവാ നടണം വെച്ചാൽ മുകൾ ഭാഗം മുറിച്ചിട്ട് ഏകദേശം 2-3 ഇഞ്ച് കനത്തിൽ മുറിച്ചെടുത്ത് നടാമെന്ന് പറയുന്നുണ്ട്. അതിനെ തലപ്പുകൾ എന്ന് വിളിക്കുന്നു പറയുന്നുണ്ട്. ഇതാകുമ്പോൾ വേഗം പിടിച്ച് കിട്ടും എന്ന് പറയുന്നുണ്ട്. പിന്നെ വിത്തുകൾ നടുമ്പോൾ അത് ഉണക്കിയിട്ട് പിന്നീട് നടണം എന്നാണ് പറയണത്. ചാണകത്തിൽ മുക്കി ഉണക്കി വയ്ക്കണം എന്നൊക്കെയാണ് പറയണത്. പണ്ട് അങ്ങനെ ചെയ്തിരുന്നതായിട്ടൊരു ഓർമ്മയുണ്ട്. പക്ഷേ ഇതൊക്കെ വായിച്ചു നോക്കണതിന് മുമ്പ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഴിയൊക്കെ എടുത്ത് വലിയൊരു ചെടിച്ചട്ടിയിൽ ചേമ്പിൻ്റെ ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞ് ബാക്കിയുള്ള ഭാഗം അതിൽ കൊണ്ടുവച്ചു, കടയടക്കം. അപ്പോൾ ഇത് മറ്റ് ചെടികൾ നടുന്ന രൂപത്തിലൊക്കെ നടാമെന്ന് വിചാരിച്ചതാണ്. ശരിയല്ല എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് സൈഡിലൊക്കെ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കുത്തനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ കുറേ വീട്ടിലിരുന്ന പോട്ടിംഗ് മിക്സ് അതിൻ്റെ സൈഡിൽ കൊണ്ടിട്ടു. ആ ചട്ടിയിലുണ്ടായിരുന്ന മുളക് തൈ ചെരിഞ്ഞു പോയത് അതൊക്കെ ഒന്ന് നേരെയാക്കി. എന്നിട്ടാണ് ആദ്യം കാണിച്ച അവസ്ഥയിലെത്തിയത്. പക്ഷേ ഇത് ഇനി പോയിട്ട് പരിഷ്കരിക്കണം. ഇന്നലെയായിരുന്നു അത് നട്ടത്. ഇന്ന് രാവിലെ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ പോയിട്ട് പരിഷ്കരിച്ചതാണ് ഈ കാണുന്നത്. കുറേ ഭാഗം മുറിച്ച് കളഞ്ഞു, അത് അപ്പുറത്തെ ചെടിച്ചട്ടിയിൽ ഇട്ടു. അതൊരു മൾച്ചിങ് ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ചുകൂടി താഴ്ത്തി മുറിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ചെടികൾ പ്രൂൺ ചെയ്യുന്ന കത്രിക വെച്ചിട്ട് മുറിച്ചുകൊണ്ട് അതിൽ താഴത്തേക്ക് മുറിച്ചാൽ മുറിയില്ലാന്ന് തോന്നിയുകൊണ്ട്, ചിലപ്പോൾ കത്രിക മുറിയും തോന്നിയുകൊണ്ട് ഇത്രയേ ചെയ്തുള്ളൂ. ശരിക്കും എനിക്ക് തോന്നുന്നത് വിത്ത്, അതായത് അതിൻ്റെ കാണ്ഡം എന്നോ എന്താ പറയുക, അതിന് കോം എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, ആ ഭാഗത്തിൻ്റെ വെച്ചിട്ടാണ് മുറിക്കേണ്ടത്. ശരിക്ക് ഈ ഇലയുടെ ഭാഗം ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന്. പക്ഷെ അതിപ്പോൾ നട്ട് കഴിഞ്ഞുകൊണ്ട് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി വീണ്ടും പറിച്ചെടുത്ത് നടാൻ മടിയായതുകൊണ്ട് ഇതൊരു പുതിയ പരീക്ഷണമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതിലൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ആ മുറിഭാഗം കീടബാധ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകുന്നുള്ള ഉറപ്പാണ്. മഴ തുടങ്ങുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ അവിടെ വല്ല സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കണമെന്നറിയില്ല കീടബാധ വരാതിരിക്കാൻ. എന്തായാലും ഒരു പുതിയ പരീക്ഷണമല്ലേ, അങ്ങനെ നടക്കട്ടെ. എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ.